എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 7ാമത്തെ അധ്യായം എന്താണെന്നുള്ളത് നോക്കാം. ഈ ഒരു അധ്യായത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: മേക്ക് എ ഡെലീഷ്യസ് കപ്പ് ഓഫ് കോഫി. അതായത് നല്ല രസമുള്ള, നല്ല സ്വാദുള്ള ഒരു കപ്പ് ഓഫ് കോഫി ഉണ്ടാക്കുക. കോഫി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു സിംബോളിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രക്രിയ മാത്രമേ ഉള്ളൂ. എന്നാലും അത് എന്താണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. എനിക്കത് രസമായിട്ട് തോന്നി. അദ്ദേഹം പറയുന്നത് വെച്ചാൽ, നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത്, ഇപ്പോൾ രാവിലെ ആണെങ്കിലും നമുക്ക് ഒരു കപ്പ് ഓഫ് കോഫി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് എന്താണ് ചെയ്യാറുള്ളത്? നമ്മുടെ വീട്ടിൽ കോഫി പൗഡർ ഉണ്ടാകാം. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യുന്നു, വെള്ളം തിളപ്പിക്കുന്നു, കോഫി പൗഡർ ഇടുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചേർക്കുന്നു, പെട്ടെന്ന് ഒരു കോഫി ഉണ്ടാക്കുന്നു. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാളും എളുപ്പത്തിൽ കോഫി മേക്കർ ഉണ്ടാകും ചിലപ്പം നമ്മുടെ വീട്ടിൽ. അതുവഴി നമ്മളൊരു കോഫി ഉണ്ടാക്കുന്നു. എന്നുവെച്ചാൽ പെട്ടെന്ന് ഒരു 5 മിനിറ്റിനകം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നല്ലൊരു കോഫി നമ്മൾ കുടിക്കുന്നു. ഇനി അതുമല്ല, നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ആണ് ഇരിക്കുന്നത്, നമുക്കൊരു കോഫി വേണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള കോഫി ഷോപ്പിൽ പോയിട്ട് നമ്മളൊരു കോഫി വാങ്ങിക്കുന്നു. ഇതെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള കാര്യമായിരിക്കാം. കോഫി എന്നുള്ളത് ടീ ആകാം, എന്തും ആകാം. പക്ഷേ ഇവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. നമ്മുടെ വീട്ടിൽ കോഫി പൗഡർ ഇല്ല, നമ്മുടെ വീട്ടിൽ സ്റ്റൗ ഇല്ല. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി അടുപ്പ് കൂട്ടാനായിട്ട് നമ്മൾ പറമ്പിൽ പോയിട്ട് വിറക് മുറിച്ചു കൊണ്ടുവരുന്നു. എന്നിട്ട് സാധാരണ ഒരു അടുപ്പ്, നമ്മുടെ പഴയ പ്രാചീനമായിട്ടുള്ള രീതിയിലുള്ള ഒരു അടുപ്പ് നമ്മൾ കൂട്ടുന്നു. വിറക് കത്തിക്കുന്നു, അടുപ്പ് കൂട്ടുന്നു, വിറക് കത്തിക്കുന്നു, നമ്മൾ വെള്ളം പാത്രം വയ്ക്കുന്നു, വെള്ളം ഒഴിക്കുന്നു, വെള്ളം കോരിക്കൊണ്ട് വന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നു. എന്നിട്ട് കോഫി പൗഡർ ഇല്ല, കോഫി ബീൻസ് മാത്രമേ ഉള്ളൂ, കാപ്പിക്കുരു മാത്രമേ ഉള്ളൂ. ആ കാപ്പിക്കുരു നമ്മൾ കോഫി പൗഡറായിട്ട് അരയ്ക്കുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആകാശത്തേക്ക് നോക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ആലോചിക്കുന്നു, വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ, എത്ര മനോഹരമായ ഒരു ദിവസം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത്. വേറൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഒരു കോഫി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇത്രയും പ്രക്രിയ ചെയ്യുമ്പോൾ, ഇനി അതുമാത്രമല്ല, വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. പാല് ചേർത്തുള്ള കോഫി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ പാലില്ല, പാക്കറ്റ് പാലില്ല, ഫ്രിഡ്ജില്ല. അപ്പോൾ അന്നേരം പോയിട്ട് നമ്മൾ പാല് കറന്നുകൊണ്ട് വന്നിട്ട് അത് മിക്സ് ചെയ്ത് കഴിക്കുന്നു. ഇനി അപ്പോൾ അത്രയും എഫേർട്ട്, അപ്പോൾ ഒരു കോഫി ഉണ്ടാക്കാനായിട്ട് സാധാരണയായിട്ട് നമുക്കൊരു 5 മിനിറ്റ് മതിയെങ്കിൽ ഈ ഒരു പ്രക്രിയ ചെയ്യാനായിട്ട് ചിലപ്പോൾ നമുക്ക് 1 മണിക്കൂർ വേണ്ടി വന്നെന്ന് വരാം. അപ്പോൾ നമുക്ക് തോന്നിയേക്കാം, എന്തിനാ നമ്മൾ ഇത്ര മെനക്കെടുന്നതല്ലേ? പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ചില കാര്യങ്ങൾ ഈ രീതിയിൽ നമ്മളൊന്ന് മാറ്റി ചെയ്യുമ്പോൾ നമുക്ക് ആ ചെയ്യുന്ന കാര്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ടാകും. കാരണം അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന് സ്വാദും കൂടും, അല്ലേ? അന്ന് ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് എപ്പോഴെങ്കിലും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ഒന്ന് ആലോചിക്കുക, നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിലിരുന്ന്, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ പല പല വിഭവങ്ങളായിട്ടായിരിക്കും നമ്മൾ ചിലപ്പം കഴിക്കുന്നത്. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും ദൂരെ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ, ഒരു ടൂറോ ഒരു പിക്നിക്കിനൊക്കെ പോകുന്ന സമയത്ത് രാവിലെ പൊതിഞ്ഞുകൊണ്ട് പോയ ഭക്ഷണമായിരിക്കും നമ്മൾ കഴിക്കുന്നത്. ചിലപ്പം ആറി പോയിട്ടുണ്ടാകാം, തണുത്തു പോയിട്ടുണ്ടാകാം. എന്നാലും നമ്മൾ ഒരുപാട് ദൂരെ പോയി യാത്ര ചെയ്ത് സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് ആ ഒരു ആറിയ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും അധികം കറികളൊന്നും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. എന്നാലും അതിനൊരു പ്രത്യേക ഒരു സ്വാദുണ്ടാകും. തുറന്ന സ്ഥലത്തായിരിക്കും നമ്മൾ ഇരുന്ന് കഴിക്കുന്നത്, കാഴ്ചകളെ കണ്ടുകൊണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്ന ഒരുപക്ഷെ നമ്മുടെ വീട്ടിനുള്ളിലായിരിക്കാം. പക്ഷേ ആ ഒരു അവസ്ഥയിൽ, ആ ഒരു ഒരു മൂഡിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഈ ചെറിയ ചെറിയ സൗകര്യങ്ങൾ വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. എന്ന് വെച്ചാൽ, ഇത് കേട്ടിട്ട് നാളെ മുതൽ നമ്മൾ കോഫി ഉണ്ടാക്കാനായിട്ട് പറമ്പിൽ പോയിട്ട് വിറക് വെട്ടിക്കൊണ്ട് വരണം എന്നൊന്നും നിർബന്ധമില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മൾ വളരെ എളുപ്പത്തിൽ ലാഘവത്തോടു കൂടി ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒരല്പം വിശദമായിട്ട് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു സന്തോഷം, അത് ആസ്വദിക്കുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇടയ്ക്കെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരല്പം മാറ്റി, ഒരല്പം വിശദമായിട്ട്, ഒരല്പം സമയം കൂടുതലെടുത്ത് ശ്രദ്ധയോടുകൂടി സന്തോഷത്തോടു കൂടി ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ശ്രമിക്കാം. അപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ: ഇത്രയും ലാഘവത്തോട് ഞാൻ ചെയ്തിരുന്ന കാര്യത്തിൽ അതിൻ്റെ പുറകിൽ ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ, ഇത് ഞാൻ അറിയാതെ പോയല്ലോ എന്നുള്ള കാര്യം നമ്മൾ ഒരുപക്ഷെ ഓർത്തെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം, അത് ശരിക്കും അനുഭവിച്ച് തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പം എല്ലാവർക്കും ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്ത് അതിലുണ്ടാകുന്ന സന്തോഷം തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും അങ്ങേയറ്റം സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം കൂടെ നേരുന്നു.